Okay. Maybe 3000 രൂപയ്ക്ക് കിട്ടിയ സാധനമാണ് കേട്ടോ. 3000 തമിഴ്നാട്ടിലെ ഒരു ആന്റിയാണ് കേട്ടോ. ആന്റിയുടെ മകനെ കാണാൻ വേണ്ടി വന്നാണ്. മോൻ ഇവിടെ 8 വർഷം. ഓക്കെ, yeah, we can share. നോ ഷെയർ, ഐ ഹാവ് ദിസ്. എല്ലാവർക്കും ഹിച്ചകിങ് നൊമാഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോങ്കോങ്ങിലെ ഈ കുടിസുമുറിയാണ്. 40,000 രൂപ വില വരുന്ന കുടിസുമുറിയിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് ചുമ ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഈ കാണുന്ന കട്ടിലിൽ എമ്മി ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് 2 കട്ടിലുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. എമ്മി ഇല്ലായിരുന്നു. എമ്മി വീട്ടിൽ പോയി. എമ്മി എൻ്റെ തുണികളും എല്ലാം എടുത്തിട്ട് എമ്മിയുടെ വീട്ടിൽ പോയി. എമ്മിയുടെ വീടെന്ന് പറയുമ്പോൾ മെയിൻലാൻഡ് ചൈനയുടെ ഹോങ്കോങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. എക്സാക്ട്ലി നമ്മുടെ മക്കാവുടെ തൊട്ടടുത്താണ്. മക്കാവു എന്ന് പറയുന്ന ഭാഗവും ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എമ്മിക്ക് തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ തുണി കഴുകാൻ ലോണ്ടറിക്ക് കൊടുക്കാൻ ഭയങ്കര പൈസ ആവും. നല്ലപോലെ ഇവിടെ തുണി കഴുകാൻ പറ്റൂല. അതുകൊണ്ട് എമ്മി ഇന്നലെ രാത്രി വീട്ടിൽ പോയിട്ട് കണ്ട് ഇപ്പം രാവിലെ 10-11 മണിയായി. ഇപ്പം എമ്മി എത്തുമായിരിക്കും. അപ്പോൾ എമ്മിയെ കാത്ത് ഞാനിവിടെ ഹോട്ടൽ റൂമിൽ ഇരിക്കുവാണ്. ഞാൻ കുറച്ച് എൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഡ്രസ്സ് ഞാൻ അവിടെ വാഷ് ബേസിലിട്ട് കഴുകിയിട്ട് ഇതാണ്ട് ഇവിടെ ഉണക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. സൺലൈറ്റിൽ പുറത്ത് നല്ല ചൂടാണ്. Yes. What happened? Who are you? Oh, say you. I say. Who are you? Who are you? Who are you? Who are you? Nice to meet you. Nice to meet you. Luckin Coffee is very famous in Really? This juice, but this coffee. Which one do you want? juice. Juice. I think so. Juice. I like the coffee. Yes, Emmy, welcome back. Yeah. That's what? What's this? Oh my god. Oh, you to be very famous. You know. അങ്ങനെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മുടെ റൂമെല്ലാം ലൈറ്റൊക്കെ കാണിച്ചു. സോറി, ദിസ് ലൈറ്റ് 1 minute. പക്ഷെ നല്ല എല്ലാം എളുപ്പമാണ് കേട്ടോ. കാരണം ഈ സാധനങ്ങളെല്ലാം സെൻറ്റർ ഭാഗത്താണ്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാനായിട്ട് എളുപ്പമാണ്. 22ാം നിലയിലാണ് കേട്ടോ നമ്മുടെ റൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 12 മണി കഴിഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ എക്സ്പെൻസീവ് ഹോട്ടൽ വിട്ടിട്ട് ഇനി നമ്മുടെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിലോട്ട് പോകാനായിട്ട് പോകുന്നു. ട്രാഫിക് സിഗ്നൽ ഓണായിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ട്രാഫിക്കും ഇതും, അതായത് മനുഷ്യന്മാരാണ് കേട്ടോ കൂടുതലുള്ളത് വണ്ടികളെയും കാട്ടി. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഹോലോൺ പാർക്ക് എന്ന് പറയുന്ന പാർക്ക്. വൈസ്റ്റേ ഇത് ഗാർഡൻ ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു പണിയില്ലാത്തവർ ഇന്ന് ഞായറാഴ്ചയാണ് അവരൊക്കെ വന്നിരിക്കുന്ന ഒരു പാർക്കെന്ന് തോന്നുന്നു. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാവരും ജോലി ഇല്ലാത്തത് കൊണ്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. ചില ആളുകൾക്ക് ശനിയാഴ്ച മാത്രമേ ജോലി ഇല്ലാതുള്ളൂ, ചില ആളുകൾക്ക് ഞായറാഴ്ച. കാരണം ശനിയാഴ്ച ഈ കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞായറാഴ്ച തിരക്കായതുകൊണ്ട് പല കടകളും ടൂറിസ്റ്റൊക്കെ ഏരിയ ആണല്ലോ. എൻ്റെ അമ്മ, ലോട്ട് ഓഫ് പീപ്പിൾ. ബിക്കോസ് ഹോളിഡേ. ഇവിടെ എല്ലായിടത്തും കൂടുതൽ ഇന്ത്യാനേഷ്യക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യാനേഷ്യക്കാരാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടുള്ള ഇവിടുത്തെ എക്സ്പാക്ട്സ് എന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഭയങ്കര ഹ്യൂമിഡിറ്റി. എൻ്റെ പൊന്നെ അടിപൊളി കേട്ടോ. ഇവിടുത്തെ വൈബ് വേറെ. ഒരു നടപ്പാതെ ഫുള്ള് ആളുകൾ. ഓ മാൻ, ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അടിപൊളി കേട്ടോ. ഇവരെല്ലാവരും ആൾക്കാർ സാധനമൊക്കെ കൊണ്ടുവന്ന് പാർക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളി. ആ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ്.
ഇതാണ് നമ്മുടെ മറ്റൊരു സെൻറ്റർ ഭാഗം കേട്ടോ. ഇതെല്ലാം നമ്മുടെ സെൻറ്ററാണ്. ഞാൻ ഇത്രയും നേരം നിന്നത് നമ്മുടെ സെൻട്രലിലുള്ള ഹോട്ടലാണ്. ഇത് നമ്മുടെ ചൂയിഷാൻ അങ്ങനെ എന്തോ പറഞ്ഞുള്ള ഏരിയ ആണ്. അവിടെ ഒരു ബുദ്ധ പള്ളിയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മുസ്ലിം ദേവാലയം, ഒരു ഇസ്ലാം പള്ളിയാണ്, വലിയ പള്ളിയാണ്. പിന്നെ ഇവിടെ സിഖ് ക്ഷേത്രമൊക്കെ ഉണ്ട്. സിഖുകാരുടെ ഒരു വലിയൊരു ക്ഷേത്രം കുറച്ച് സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് ഭാഗമായിട്ട് ഇവിടെ അവരെന്തൊക്കെയാണ് വിൽക്കുകയാണ് ആഹാരം. എന്ത് ഫുഡാണെന്നോ കേട്ടോ ഈ ദിസ് മലേഷ്യ ഫുഡ്, സോറി ഇന്തോനേഷ്യ ഫുഡ്, ഇന്തോനേഷ്യൻ ഫുഡാണ്. അടിപൊളി കേട്ടോ. സോറി, നമ്മളിനി നമ്മുടെ ഹോട്ടൽ ഈ തൊട്ടടുത്ത ഭാഗത്തായിട്ടാണ്, അങ്ങോട്ട് പോവാം. നമ്മൾ ഹോട്ടൽ മാപ്പ് വന്നെത്തിയിരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്താണ്. ഇതൊരു ഇവിടുത്തെ ഏറ്റവും ലോ ഒരു ഗല്ലി ഏരിയ പോലത്തെ ഒരു സംഭവമാണ്. ഇന്ത്യക്കാരും ഇവരൊക്കെ ഉള്ള ഒരു ഏരിയയാണ്, ബംഗ്ലാദേശികളും. കറക്റ്റ് ഇവിടുത്തെ വേറൊരു വൈബാണ് കേട്ടോ. ഇവിടുത്തെ എക്സ്പാക്ട്സിൻ്റെ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലൈഫൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി. ഇവിടെ നമ്മുടെ ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ കണ്ട് ഇന്ത്യൻ ഫുഡ്, ഇവരുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആൾക്കാരുടെ എല്ലാവരുടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇവിടെ ഓരോ എവറസ്റ്റ് ഗസ്റ്റ് ഹൗസ്, പ്രിൻസ് ഗസ്റ്റ് ഹൗസ്, ഡ്രീം ലാൻഡ് ഗസ്റ്റ് ഹൗസ്, എല്ലാം ഗസ്റ്റ് ഹൗസുകളാണല്ലോ ഇവിടെ. ഫുള്ള് ഗസ്റ്റ് ഹൗസുകളാണ്. ന്യൂ ചൈന ഗസ്റ്റ് ഹൗസ്. ഞാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഗസ്റ്റ് ഹൗസ് ആണ്. ഞാൻ പോകുന്നത് 16ലാണ്. അവിടെ റഷ്യൻ, ന്യൂ ഷങ്കായ്, എവറസ്റ്റ്, ഓസ്ട്രേലിയൻ, ന്യൂ ടോക്കിയോ എല്ലാം ഉണ്ടല്ലോ. ഓരോ രാജ്യങ്ങളുടെ മലില ഹോസ്റ്റല്, ടോക്കിയോ ഹോസ്റ്റല്, ജർമ്മനി ഹോസ്റ്റല്, ബോഹോൾ ഹോസ്റ്റല്. എൻ്റെ അമ്മോ, നമ്മൾ 16ാമത്തെ നില ആവുന്നുണ്ടോ കേട്ടോ. യെസ് യെസ്, 16, 14, 15 അപ്പുറത്തെ ഇതാണ് കേട്ടോ. ഓരോ ഇത് ഇടവിട്ടായിട്ടാണ്. Are you here for first time? Yeah, it's first time go this inside. Yeah, friendly. Sorry. നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. റഷ്യൻ ഹോസ്റ്റൽ, എവറസ്റ്റ്, ഓസ്ട്രേലിയൻ ഗസ്റ്റ് ഹൗസ്. What is this? Shabi? Here. Australia. This one? Australia hotel. Okay. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്? ഹാപ്പി ദിവാലി. ഓസ്ട്രേലിയൻ ഗസ്റ്റ് ഹൗസ്. ഇതെങ്ങനെയാ? ഹലോ. Where's Australia? Australia guest house. Hotel. This one? Yeah, that hotel. This one. This one? Oh. Good. Nice. What name? Mahin. Give me their booking. Booking. Oh. നമ്മളിനി ലിഫ്റ്റിൽ കയറിയിട്ട് 8ലോട്ട് താഴോട്ട് പോവാണ്. ഇത് മെയിൻ റിസപ്ഷനാണ് കേട്ടോ. ഇവിടെ തന്നെ. This one? This one, 8th floor. When Okay. you come out from the lift, this side. Okay? This side. Okay. This side. Okay. Then this card, you just tap on the number outside. There? Like this. And card there. Okay. You just tap like this. Okay. Then open. You push the door. Okay? Okay. Okay. ഇതാണ് നമ്മുടെ കീ കേട്ടോ. ലിഫ്റ്റ് ഒന്നും കാത്തു നിന്നാൽ കിട്ടൂല, അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ നടക്കുവാണ്. നിഹാവോ. ഹലോ. Where are you from? We're from Chongqing. Chongqing. Yeah. Chongqing. Moshuan Chonggo. Moshuan Chongqing. Okay. Chongqing mainly. Yes. Thank you. You traveling here? Yeah. Okay. How did you like Hong Kong? Hong Kong good? Yeah. Hong Kong mainly? Yeah. Okay. അങ്ങനെ നമ്മൾ താഴെ പോവാണ്. ഇവരും ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. 13 എത്തിയുള്ളൂ. 7 എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. 801-ലാണല്ലോ. ഇവിടെയാണോ? യെസ്. വാ, ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇവിടെ കുറേ റൂമുകളുണ്ട്. തുറന്നു നോക്കട്ടെ. പഠിച്ചോനെ, നല്ല റൂമായിരിക്കണേ. ഓ മൈ ഗോഡ്, it's very small. Wow. Wow.
It's nice. കോമഡി അതല്ല, രണ്ടുപേർക്കെന്ന് പറഞ്ഞാണ് ബുക്ക് ചെയ്തത്. രണ്ടുപേർക്ക് ഈ ചെറിയ കട്ടിലോ. എന്തായാലും എമ്മിക്കുട്ടി ഇന്ന് എമ്മിക്കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട് വൈകിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്, Yeah. വെരി ഗുഡ്. യാ Like, Cheap. like a sunshine. Yeah, cheap. And the sunshine and the window Also, and the telephone. and- But this, but no AC. നോ എ സി. Yeah. See you. എ സി ഇല്ല കേട്ടോ. കണ്ട ഇവിടെ ടോയ്ലറ്റ് തുരുമ്പ് പിടിച്ച ഒരു ഇത്. ഓ മൈ ഗോഡ്. Oh നോ my എ സി. God. Do you like this? ഐ ഡോണ്ട് നോ. നോ എ സി. How? ഫാൻ ഉണ്ട്. അല്ലാ. ഓ ഫാൻ ഉണ്ട്. നൈസ്. Nice. Wow, 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 wow. Nice. അങ്ങനെ ഈ കാണുന്നതിന് കൊടുത്തത് 3000 രൂപയാണ്. 3000 രൂപയ്ക്ക് കിട്ടിയ സാധനമാണ് കേട്ടോ. 3000 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത്. 3000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നല്ല ഫാൻസി ഹോട്ടൽ കിട്ടും. കേരളത്തിൽ കിട്ടിയില്ലെങ്കിലും ഇന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഫാൻസി കിട്ടും. എന്തമ്മോ, ഇതാ കുറച്ച് ഹാങ്ങറുകളുണ്ട്. Let's go ടെമ്പിൾ. Yeah, let's go. This is what you ഹോട്ടലിന്റെ ഈ ഒരു സെന്റർ ഭാഗമാണ്. ഇതാ വെള്ളമൊക്കെ വീണോണ്ടിരിക്കുന്നു ആകാശത്തുനിന്ന്. ഈ കാണുന്നതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചോങ്ചിങ് മാൻഷൻ. ഇവിടെയാണ് ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഇങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്നതും അവരുടെയൊക്കെ ഒരു ലൈഫ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ തിരക്കുണ്ടോ, ഈ ചോങ്ചിങ് മാൻഷനിലെ തിരക്ക്. ഫുള്ള് ടൂറിസ്റ്റാ, ചൈനക്കാരാണ് എല്ലായിടത്തും. പലയിടത്തും നമുക്ക് ചൈനീസ് ആൾക്കാരെ, ഇവളുടെ വീട്ടിൻ്റെ അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു. നമ്മളിനി മെട്രോ കയറിയിട്ട് ഗുരുദ്വാരയിലോട്ട് പോവാണ്. സിഖ് അമ്പലം. So coincident. What's up? How are you? Hi, I'm good. How's your day? Perfect. How's your trip last night? Good. Yeah. We're heading to the mountain, Dayushan. I think we're going to temple. Do you wanna come? Where? One temple. Temple. You mean Yeah. on the mountain, that one? ഇവിടെ ഞായറാഴ്ച ഉള്ള തിരക്ക് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. 7.5 മില്യൺ ആളുകളിൽ 7.5 മില്യണിൽ ഞാൻ കണ്ടു കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 2 മണിയായി കേട്ടോ. അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ പോയിട്ട് നല്ല വെജ് ഭക്ഷണമൊക്കെ, നല്ല അടിപൊളി ഹെൽത്തി കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു. ഇതിപ്പോൾ അത് നടക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഇനി ഒരു 10-15 കിലോമീറ്റർ നടക്കാനുണ്ട്. യെസ്, നമ്മൾ വാങ്ഷായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. പഴയ മോഡല് നമ്മുടെ ട്രെയിനുകളാണ് ഇത് കൂടുതലും ഓടിക്കുന്ന. ഇല്ലാത്ത റൈഡ് കയറുന്നതും ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ടിങ് ടിങ്. ടിങ് ടിങ് ബസ്സാണ് ഈ കാണുന്നത്. ടിങ് ബസ്. നമ്മളിപ്പോൾ ഹോങ്കോങ് ഐലൻഡിൻ്റെ ഭാഗത്താണ്. ഹോങ്കോങ് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സെൻറ്ററിൽ നിന്ന് മറ്റൊരു ഐലൻഡ് പോലുള്ള സ്ഥലമാണ്. അതാണ് നമ്മുടെ ഹോങ്കോങ് ഐലൻഡ്. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഫുള്ള് കച്ചവടവും. ഓ മൈ ഗോഡ്. ഇവിടെ നമ്മുടെ മീനൊക്കെയാണ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എണ്ണം പറഞ്ഞാണ് ഒരു ഇതിന് 280 രൂപയാണ് ഈ ഒറ്റ മീനിന് വരുന്നത്. ഇവിടെ ലൈവായിട്ടുള്ള മീനും ലൈവ് അല്ലാത്ത കടൽ മത്സ്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ. ഇത് മാർക്കറ്റാണ് കേട്ടോ. ഈ കാണുന്ന മാർക്കറ്റിൻ്റെ പേരാണ് വൻചായ് മാർക്കറ്റ്. വൻചായ് മാർക്കറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ എക്സ്പാക്റ്റുകൾ വരുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഡ്രസ്സുകളും സംഭവങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുട്ടയുടെ വില, മുട്ട അല്ല കേട്ടോ, ഇത് ഗാർലിക്കാണ്. മുട്ട അല്ല. ഈ കാണുന്ന ബിൽഡിങ് നല്ല രസമുണ്ട് കേട്ടോ. നടുക്കിങ്ങനെ നിൽക്കുന്ന ഒരു ബിൽഡിങ്. അതിൻ്റെ ഇടയിൽ കുറേ പുതിയ പുതിയ ബിൽഡിങ്ങുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഇതുപോലുള്ള പാർക്കുകളിലെല്ലാം എന്താ ആളുകൾ അവിടെ താഴെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ചീട്ട് കളിക്കുന്നു. അവിടെ കുറേ ആൾക്കാർ കിടക്കുന്നു. വെരി ഗുഡ്, റൈറ്റ്? Yeah, I want to join. You wanna go? Go, okay. Do you want to join You go. me? Yeah, let's go. Let's go. Ni hao ma. Hallelujah. Hallelujah. Say this, Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya.
നമ്മുടെ ബുദ്ധിസ്റ്റ് അല്ല, സോറി, നമ്മുടെ സിഖ് ക്ഷേത്രം അങ്ങ് മുകളിലാണ് കേട്ടോ. ഓൾറെഡി കുറച്ച് പഞ്ചാബ് ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്, അവരെല്ലാം കഴിഞ്ഞു പോകുന്നവരാണ്. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്, ഗുരുദ്വാര വരുന്നത്. വാട്ട് ഈസ് ദിസ്? It's school. സ്കൂൾ. Yeah. School. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ കാണുന്നത് ഇവിടെ. നമ്മളങ്ങനെ ചാൻവായിലെ ഇവിടുത്തെ ഒരു സിഖ് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സിഖ് അമ്പലം എന്ന് പറയുമ്പം അങ്ങ് 1901 കാലഘട്ടത്തിൽ ഇവിടെ നിർമ്മിച്ച ഒരു അമ്പലമാണ്. ഇത്രയും വലിപ്പമൊന്നും ഇല്ലായിരുന്നു അന്ന്. അതായത് പണ്ട് ഇവിടുത്തെ ആദ്യം കോളനൈസ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരാണല്ലോ. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പട്ടാളക്കാരന്മാരായിട്ടും പോലീസുകാരന്മാരൊക്കെ ആയിട്ട് ധാരാളം പഞ്ചാബികൾ, അതായത് സിഖ് ആളുകളുണ്ടായിരുന്നു. പഞ്ചാബികളല്ല, സോറി, സിഖ് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സിഖ് ആളുകൾ വന്ന് അന്ന് മുതലേ ഇവരുടെ ഒരു ചെറിയ സിഖ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതാ ഇവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട്, കുറേ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട് സിഖ് പേര്. ഇതാണ് കേട്ടോ നമ്മുടെ സിഖ് ക്ഷേത്രം. ഖൽസ ദിവാൻ ഹോങ്കോങ് സിഖ് ടെമ്പിൾ എന്നാണ് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ പേര്, ഖൽസ ദിവാൻ. ഇവിടെ പണി നടക്കുന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലോട്ടാണോ? ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് from where I will. Yeah. Talk it out. Okay. Thank you. എനിക്ക് അവർ ഷോർട്സ് തന്നു. യെസ്. ഷൂസ് നമ്മളിവിടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അവർ അന്ന്. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോകാം. ഞാൻ ഇവിടെ ബാഗ് വെച്ചു. Take this. Yeah. You have to. And we see how to. Good. Oh, I know. No. Yeah, I know. No. Like this. Uh-huh. No, put like this. Yeah. Oh, I know. Yeah. Perfect. Yes. I know. Yes, good. Let's go. Ready? ഹാളിലോട്ട് പോവാണ്. ഇവിടെ ദാണ്ടെ ഗുരുദ്വാര ശ്രീ നാനക് സാഹിബ്, അതായത് നമ്മുടെ പഞ്ചാബ് പ്രൊവിൻസ്, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയുടെ ചിത്രമാണ് അവിടെ കണ്ടത്. കൊള്ളാം കേട്ടോ എന്നുള്ള സാധനം ഞാൻ കുറേ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കത് കേട്ടിട്ട് ആവർത്തനമായിട്ട് തോന്നുന്നുണ്ടാവാം, ക്ഷമ വഹിക്കുന്നു. ഇതാണ് നമ്മുടെ ലങ്കർ ഹാള്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. യെസ്. We have to take food like this. സ്വീറ്റ്സ് ഒക്കെ ചൂട് പൊള്ളിപ്പോകും കേട്ടോ. സ്വീറ്റ്സ്. No, this another thing. Come take like this one. ഇതാണ് കേട്ടോ നമ്മുടെ ആഹാരം. ചപ്പാത്തി, എന്തോ കറി, പയറ് കറി, സ്വീറ്റ്സ്, ഫുള്ള് നിറഞ്ഞു കേട്ടോ. യു ഈറ്റ് എവറിത്തിങ്, നോ വേസ്റ്റ് ഹിയർ. Yeah, I know. Okay, eat. Yeah, we can share. No share, I have this.
ഇത് കഴിച്ചിട്ടും തീരുന്നില്ല. പക്ഷെ നല്ല ഭക്ഷണം. അവൾ എപ്പോഴും ഇതുപോലെ കൈവയ്ക്കും ആളുകൾ വരുമ്പോൾ. കഴിച്ച് വയറ് ഇറങ്ങും. സത്യം പറയാലോ, വയറ് ഇറങ്ങും. ഹൗസ് ഓഫ് ഫുഡ്? Yeah, You very like good. food? Yeah. Very good. Yeah. I like a curry. You like what? Curry. Curry. Yeah. You like curry? Curry and the pie. And the Pie. pie. Bread. Yeah, bread. Roti. 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 I need a soup. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കോംപ്ലക്സ്. ആ കാണുന്നത് ഇവിടുത്തെ മുസ്ലിം ഒരു എന്താ പറയുക മയ്യത്തൊക്കെ അടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. സെമെൻ്ററിയാണ് അവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗുരുദ്വാരയുടെ പുറകുഭാഗം. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രം, പ്രാർത്ഥിക്കുന്ന ക്ഷേത്രം. നമ്മൾ ഗുരുദ്വാരയിൽ കയറുന്നതിന് മുമ്പ് കാലൊക്കെ ക്ലീൻ ചെയ്യണം. നല്ല വൃത്തിയുള്ള ഇതാണ് കേട്ടോ. അവർ വൃത്തിയോടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗുരുദ്വാരകൾ. യു ഡോണ്ട് വാണ്ട്? യു നോ ക്ലീൻ? You don't like to clean? No, because it's West. I think when I Waheguru. Waheguru. Yes. Waheguru. You go inside, say Okay. Waheguru. Like this. Guru. Yes. Waheguru. What's this? It's from the god. You can try. You can eat Yeah. How to try? like this. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗുരുദ്വാരയുടെ ഉൾഭാഗം. നമ്മൾ വീണ്ടും തിരിച്ച് മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. Let's go there. ഇവിടെ എല്ലാവരും ആൾക്കാർ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ട് ആളുകൾ ഡാൻസ് കളിച്ചോണ്ട്. ഹലോ. ഹായ്. Hi to my vlog! Hi. Where are you from? I'm from Philippines! Africa! You wanna dance? Dance. അടിപൊളി. ഇവിടെ എല്ലാവരും വന്നിട്ട് അവരുടെ സൺഡേസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന സമയമാണ്. കൊള്ളാം സംഭവം. ഇവിടെ വരുമ്പോൾ ചൈനീസുകാർ, ഹോങ്കോങ്ങുകാരൊക്കെയാണ് ഇവിടെ വന്ന് പോർക്കറുകൾ. ദിസ് ഈസ് വാട്ട്സ് ദ നെയിം? Shangqi chess. Chinese traditional Shangqi. chess. Shangqi. Yes, Shangqi. ഹലോ. ഇതാണ് കേട്ടോ ചങ്ഷീപ്പ്. ബുദ്ധിപരമായിട്ടിരുന്ന് കളിക്കുന്ന കാര്യമാണ്. അവിടെ കുറച്ച് പേര് ഇരുന്ന് കളിക്കുന്നുണ്ട്. ഭയങ്കര സംഭവമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ. എവിടെയും. Where are you from? Philippines. Why are you here? Day off for holiday. Holiday. So you today no work. Yes. Oh, okay. How is Hong Kong? For you not good? So far, so good. So far so good. I think for you no good. Yes? Good. Where in Philippines you are from? Where? Manila or which place? Province. Praveen. Oh, okay. Where you working? In Taiko. In Taikong. Are you a vlogger? Yes, I'm a blogger. You can say hi. Hi. What's your name? Hi to your vlog. Thank you. What's your name? I'm Cecil. Huh? You are very shy. Yeah. Why are you shy? Because So beautiful. Yes. no. Yes. Because we are shy in the camera. Okay. No camera now. You can talk. You're not dancing. You're not eating. I just finished. Oh, you just finished. Okay. ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്.
കളിച്ചുകൊണ്ട് ഇവരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് അവർ വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ ദാണ്ട് പാട്ടൊക്കെ പാടുവാണ് കുറച്ച് ആൾക്കാർ. ഹലോ, ക്യാൻ ഐ റെക്കോർഡ്? No, it's okay. Name? I'm Australia from Philippines. From Philippines. You are enjoying your holiday here. You enjoying alone? No, I have friends there. Ah, My okay, friends. okay. Please sing song. You really singing very well. Strumming my pain with his fingers, singing my life with his words, killing me softly with his song, killing me softly with his song, telling my whole life with his words, killing me softly. I heard his song, a good song. I was this young boy, strangers to my അവസാനം ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി പോവാണ്. ഐ ആം ഗോയിങ് ടു സിംഗ് എ സോങ് ഫോർ യു, സ്പെഷ്യലി ഫോർ യു. ഓക്കെ, Thank you so much. ഞാന് മേൽ 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 വെണ്ണിലെ ആ പാട്ടാണ് കേട്ടോ ഞാൻ പാടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ പാട്ട് പാടാൻ വേണ്ടി പോവാണ്. ദിസ് സോങ് ഈസ് ഫോർ യു. Thank you. ഫോർ യു. വാട്ട്സ് യുവർ നെയിം? Australia. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി പോവാണ്. എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നത്. സിറ്റ് പ്രോപ്പർലി Yeah. Sit properly. ആൻഡ് സിംഗ് വിത്ത് മീ. Yeah, I'm coming. ഷാബി സിംഗ് വിത്ത് മീ. No. Funny. മ്യൂസിക് വന്നിട്ടുണ്ട്. Why cannot? മ്യൂസിക് നല്ലപോലെ കേൾക്കുന്നല്ലോ. Okay. യെസ്. മേൽ 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 വെണ്ണിലേ ചേക്കേറാൻ കിളികളാ വെറുതെ വെറുതെ ഏതോ കൊമ്പിൽ കോടുണ്ടാക്കാൻ പോകാൻ. Australia, how was my song? It's very good. Don't say lie. No. You are lying. No. Because even I did not understand the lyrics. Okay. Oh, but it's good. It's good. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ പാടി തൊലച്ചു കേട്ടോ. How was my song? My ഷാബി കുട്ടി. Oh, Bundy, I can't hear anything. Wow, it's very, very nice. Very, very nice. Very, very nice. Very, very nice. Thank you so much. Yes, you thank you so can much enjoy also. your time. Thank you so you much. for making me part of your time. It's my pleasure. Okay, okay. Thank you so much. Bye bye. Enjoy. Yes, thank you so much. Oh my God. അടിപൊളി കേട്ടോ. ഇവര് ഇവിടെ പാട്ടൊക്കെ ബൈ ഗോഡ്. No, no, no. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ബീച്ചിൽ പോയിട്ട് ഒന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ചൂടാണ്. ഇവിടെ കുറേ നമുക്ക് ഓപ്പൺ എയർ ജിമ്മൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കൊള്ളാം കേട്ടോ ഈ ഒരു സംഭവങ്ങൾ. ഇവിടെ ഫുള്ള് കൂടുതലും ഫിലിപ്പീൻസുകാരാണ്. ചിലയിടത്ത് ഇന്ത്യാനേഷ്യക്കാർ ഒത്തടിച്ച് ടമ്പടിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. വാട്ട് ഹാപ്പൻസ് എമ്മിക്കുട്ടി? Let's go to beach. To do what? Beach. Beach? You wanna go beach? Your beach? Beach? Which beach? Beach, beach. Which beach? Hong Kong. You mean new beach? No, no. Let's go to beach to see. Okay? Okay, okay. Okay? Okay. ഇവിടെ ഇവരൊരു ലൈവ് പോവാണ്. ഹലോ ഹായ്. I came to say hi with this Philippine. You're from Philippines? Yes. With this Philippine beautiful girls. I am Mahin. I'm from India. No. What should I say? I don't know. It's up to you. Should I dance? Yeah, sure. No, no, no. Amy, you dance. You dance. She will dance. She will dance. She will dance with you. You dance. Yes, yes. Do you want? You do dance. You do. Yeah, I do. Yes. She will dance with you guys. You teach me? Yeah.
മൂന്ന് ഫോണൊക്കെ വെച്ചിട്ട് യുവർ ലവ് ഈസ് കോളിംഗ് യു, യുവർ ബോയ് ഫ്രണ്ട് ഈസ് കോളിംഗ് യു. Your boyfriend. ലവ് വന്നു കേട്ടോ. യെസ് യെസ്, ദിസ് വൺ. ഐ ആൾസോ ഡാൻസ്. ഞാനും ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ് ഇവരുടെ കൂടെ. നമ്മളിന്ന് ഇവിടെ പാർക്കിൽ കണ്ട ഫിലിപ്പീൻ ആളുകളോടൊപ്പം ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്. ഓഹോ. Again. One more. Kami ban! We like You sing like this, then. then you run also and Okay. and അടിപൊളി കേട്ടോ. ഓ മൈ ഗോഡ്, അടിപൊളി. വിചാരിച്ചതിനെക്കാട്ട് നല്ലത്. Do you have any? No, you choose. I dance everything. That's everything. Kung ano naman I'm very specialized with this, you know. Hindi ka na ito mag-kembot na. അടുത്ത ഏതാ ഡാൻസ് ആണ്? That one. Once more. Sorry. I think I'm not really up to them, you know. Any follower you have? 1 million. Where? You can check. Can I see? Yeah, you check. Yeah, I will. അവര് വിശ്വസിക്കുന്നില്ല. I have 1 million follower. നമ്മളവിടുന്ന് നമ്മൾ ബീച്ചിലോട്ട് പോകാനായിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാം ഇറ്റ്സ് പ്രയോറിറ്റി. We go up. ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് പറ്റും. ഇവിടെ എല്ലായിടത്തും ഡബിൾ ഡെക്കർ ബസ്സുകളാണ് കേട്ടോ. പക്ഷെ ഡബിൾ ഡെക്കർ എല്ലാം എപ്പോഴും ഫുള്ളാണല്ലോ, ആളുകൾ ഫുള്ള്. ഫാൻ അടിപൊളി കേട്ടോ. ഓ വേറെ ലെവല് കടല് കേട്ടോ. நீங்க ஹாய் சொல்லுங்கடா. நீங்க ஹாய் சொல்லுங்க. எப்படி இருக்கு? ഇത് നമ്മുടെ ഒരു തമിഴ്നാട്ടിലെ ഒരു ആന്റിയാണ് കേട്ടോ. ആന്റിയുടെ മകനെ കാണാൻ വേണ്ടി വന്നാണ്. മോൻ ഇവിടെ 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ബ്രോ ഹായ്, എപ്പടി ഇருக்கு? എപ്പടി ഹോങ്കോങ് നല്ല இருக்கா? நல்லா இருக்கு. അടിപൊളി കേട്ടോ. Parce que des fois, on regarde, on fait. C'est déjà arrivé. Je sais pas parler anglais. Ah ouais, bah, et du coup, en fait, il essaie de dire. അടിപൊളി കേട്ടോ. ഇവിടെ ആളുകൾ ക്യാമ്പും ടെൻ്റൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ബീച്ചത്തൊക്കെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ബീച്ചിൻ്റെ അടുത്ത് ഫുള്ള് സ്കൈ സ്ക്രാപ്പേഴ്സ് ധാരാളമുണ്ട്. അടിപൊളി ബീച്ച് കേട്ടോ. ബീച്ചിൽ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമാവുമായിരുന്നു. മനോഹരമായിട്ടുള്ള മെയിലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ്. അങ്ങ് ദൂരെ ആയിട്ട് നമ്മുടെ ചരക്ക് കപ്പൽ പോകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ കമ്പനിയാണ് കേട്ടോ നമ്മുടെ കേരള തീരത്ത് അടിഞ്ഞ് കപ്പൽ മറിഞ്ഞത്. ഈ കമ്പനിയാണെന്നാണ് തോന്നുന്നേ. നമ്മുടെ ബീച്ച് ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സൂര്യൻ അടിക്കുവാണല്ലോ, നല്ല സൺസെറ്റ് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന്. കുറേ ടൂറിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഹോങ്കോങ്ങിലുള്ള മിക്ക ടൂറിസ്റ്റും ബീച്ചിലോട്ട് ധാരാളം പേര് വരുന്നുണ്ട്. ഞാൻ ബസ്സിനെ കടത്തി വിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ലക്ഷറി ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിലേക്കൂടെ നടന്നു പോവാം. ബട്ട് അത് മാറ്റിയിട്ട് അവർ ഒരു ബീച്ച് ട്രെയിലാണ് കേട്ടോ. ബീച്ച് ട്രെയിൽ വന്ന ഒരു ഇതാണ് സ്റ്റാൻലി മാ ഹാങ് പാർക്ക്.
കുറെ ആൾക്കാർ വരുന്നുണ്ട്. ലേഹോ ലേഹോ ഇവിടെ ബൈക്കേഴ്സിനെയും അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം. എന്താ ഒടിഞ്ഞ് വീണ് കിടക്കുന്ന മരങ്ങൾ. Oh my god. So what is this? Be careful. Be careful. It's very dangerous. Oh, very dangerous. ഓ ഇവിടെ മരം വീണ് കിടക്കണോണ്ട് എഴുതി വെച്ചേക്കാണ്. എൻ്റെ അമ്മോ ഇവിടെ I see snake, then I see that. Really? Yeah, I got afraid. ഞാൻ പാമ്പിനെ കണ്ടിട്ട് നേരെ ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി കേട്ടോ. ഇവിടെ സ്നേക്കും പന്നിയുണ്ട്. This is പന്നി. Yeah. Your brother. I don't have brother. You have brother. Beijing. Yeah. Pig. Your brother. നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോവാണ് സ്റ്റാൻലി ബീച്ചിലോട്ട്. Are you sick? You sick? ഇവൾക്ക് പേടിയെന്നാവൂലേ? കൊള്ളാം. നമ്മുടെ സ്റ്റാൻലി ബീച്ച് കഴിഞ്ഞു. ഇതാ ഈ കാണുന്നതെല്ലാം ഓരോ അപ്പാർട്ട്മെൻറ്റുകളാണ് മലകളിൽ. ഹോങ്കോങ് ഫുൾ ഇതുപോലെ മലകളായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡ് റീജിയൻ ആണ് ആക്ച്വലി. നമ്മളിവിടെ എക്സിറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ലേഹോ Good. How are you? No good? Very hot. Me also not good. Very hot. You have fan. Me no fan. No fan. You good. Me no fan. ശിഷേ. Okay. Bye. ഇവിടെ പാർക്ക് നോക്കി നടത്തുന്ന ഒരാളാണ്. നമ്മുടെ ബീച്ച് എത്താറായിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻലി ബീച്ച്. ഈ കാണുന്നതാണ് നമ്മുടെ ഷവോമി സിഇഒയുടെ പാട്ടാണ് കേട്ടോ. Are you okay? We will. Who is this? Xiaomi CEO in India sang this song. Are you okay? Oh. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴി കണ്ടില്ലേ, ഈ കാണുന്ന ഇതുപോലുള്ള മലകളില്ലേ, ഇതുപോലെ അവരിതാണ്ട് ഈ കമ്പി അങ്ങ് അറ്റം വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർക്കിലോട്ട് മണ്ണൊന്നും വരില്ല. അതിൻ്റെ മുകളിൽ ഈ കരിയിലകളും ഇലകളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, വേരുകളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ പുറത്തോട്ട് ഇതെല്ലാം നമുക്ക് ഇതായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ അടിയിൽ കമ്പി അവരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മരങ്ങൾ വളരുകയും ചെയ്യും. ഇതൊന്നും ഇങ്ങോട്ട് അധികം വരില്ല. അതാണ് സംഭവം. നമ്മൾ ഏകദേശം സ്ലാലി ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. Are you okay, Chinese girl? Okay. Let's go Slanley Beach. Okay, Pandi, okay. Hey, no. നമ്മൾ ഷവോമി നമ്മുടെ സിഇഒയുടെ പാട്ട് പഠിച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ബിൽഡിങ്. അടിപൊളി കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെന്ത് ബിൽഡിംഗ് ആണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ നല്ല ആർക്കിടെക്ചറായിട്ടുള്ള ഒരു ബിൽഡിങ്, കാണാനായിട്ട് നല്ല രസം. അടിപൊളി. ഈ കാണുന്നതാണ് Where are we? Do you know? Take a photo. No. ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള സ്റ്റാൻലി ബീച്ച്. ബ്ലേക്ക് പയർ അറ്റ് സ്റ്റാൻലി എന്തോട്ടെ, ഞാൻ നിങ്ങൾക്ക് ബീച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് ധാരാളം ഐലൻഡുകൾ, ചെറിയ ഐലൻഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളി സംഭവം. പക്ഷേ ഇവിടെ നമുക്ക് ബീച്ചായിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് കുറേ മനോഹരമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ് എല്ലാം കാണാൻ സാധിക്കും. കൂടുതലും പാറകളൊക്കെയാണ് ഇവിടെ. ഇത് നമ്മുടെ ഒരു വെള്ളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കടൽപ്പാലമാണ്. ഇവിടെ ആളുകൾ വന്നിരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും. പിന്നെ ഇതൊരു ഹാർബറിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പഴയ എനിക്ക് തോന്നുന്നു ബോട്ട് ചെട്ടിക്ക് വേണ്ടി വല്ലതും നിർമ്മിച്ചതാണ്. പിന്നീട് ടൂറിസ്റ്റുകൾ ഇവിടെ ചൈനക്കാരുടെ ഓരോ വികൃതി ഉണ്ടല്ലേ, അവർ വീഡിയോ എടുക്കുന്ന പല രീതികളാണ്. അവർ 360 വീഡിയോ എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. Everywhere China people only China people. No, you can ask him. Every maybe China. Korean. No, only Maybe small Korea. Only small Korea. Where are you from? ഇവിടെ കൂടുതലും ചൈനീസുകാരാണ് കേട്ടോ. കൊറിയക്കാർ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ചൈനക്കാരെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. അടിപൊളി കേട്ടോ. വാവ്.
ഈ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ, ഇത് ചൈനക്കാരാണ് കേട്ടോ. ഈ രണ്ട് പെൺകുട്ടികൾ കണ്ടില്ലേ, ഇതുപോലുള്ള ചൈനക്കാരെ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും. രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾ. ഈ പെൺകുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ 16-17 വയസ്സിലൊക്കെ അവർ കറങ്ങാൻ വേണ്ടി പോകും. ചൈനക്കാർ, നമ്മൾ യൂറോപ്യൻ ആളുകൾ പോകുന്നത് നമുക്ക് ധാരാളമായിട്ട് അറിയാം. പക്ഷേ ചൈനക്കാർ പോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് പാറയിൽ വേണമെങ്കിൽ വന്നിരിക്കാൻ പറ്റും. അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. പക്ഷേ വളി ഏതാണെന്ന് അറിഞ്ഞുകൂടാ പോകാനുള്ള വഴി. നമ്മുടെ ഹെമ്മിക്കുട്ടി അവിടെ എന്തോ പോയി സംസാരിക്കുന്നുണ്ട്. ചൈനയാണെന്ന് തോന്നുന്നു. അതെ, ഫ്രം ചൈന. ഓക്കെ. ഇവിടെ ധാരാളം ബിൽഡിംഗ് ഇതുപോലെ ഉണ്ട്. ബട്ട് ഇസ് ദാറ്റ് റെസ്റ്റോറൻറ്റ്? ഇസ് ഇറ്റ് റെസ്റ്റോറൻറ്റ്? Is it restaurant? A restaurant. Alaska. What's mean? Is it hotel? Restaurant? Food? Food? This is food? No, it's more. It's more. It's a mall. Yeah. It's Oh, okay. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മോളാണ് കേട്ടോ. ചെറിയൊരു മോളാണ്. ഈ കാണുന്നതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഞാൻ ആ ഹിസ്റ്ററി പറഞ്ഞുതരാം. ആദ്യം അങ്ങോട്ട് കയറിയിട്ട് ഈ കാണുന്നതില്ലേ, അതായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷിൽ ഇവരുടെ ഒരാളുണ്ടായിരുന്നപ്പം അവർ ബി കെയർഫുൾ, അവർ പണിത ഒരു ബോട്ടുകളൊക്കെ വരാം. അതായത് ബ്രിട്ടീഷുകാർ ഹോങ്കോങ്ങിൻ്റെ ഭാഗത്ത് വരാനായിട്ട് 1850 കാലഘട്ടത്തിൽ പണിതതാണ്. പിന്നീട് അത് കുറേ നാൾക്ക് ശേഷം ഇവരൊക്കെ പോകാറായപ്പം ബ്രിട്ടീഷുകാർ ഇവർക്ക് പബ്ലിക്കിന് വേണ്ടി ഈ യോട്ടുകളൊക്കെ കെട്ടാൻ വേണ്ടി, ഈ യാച്ചില്ലേ യോട്ടുകൾ, അതുപോലെയുള്ള ബോട്ടുകൾക്കൊക്കെ കെട്ടാൻ വേണ്ടി അവർ ഒരു ഹാർബർ പോലെ ആക്കി കൊടുത്തു. പിന്നീട് അത് വീണ്ടും 1900 ശേഷം പുതുക്കി പണിത് ഇതുപോലുള്ള സംഭവമാക്കി മാറ്റി. അതാണ് കേട്ടോ. It's okay, jump. Jump. You can. Come on. You can jump. Yes, good. Let's go. നമ്മൾ പാറക്കല്ലുകളാണ്, ഇതുപോലെ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വീഴും. മാൻ. വാവ്, അടിപൊളി കേട്ടോ ഈ ഭാഗത്ത്. ഈ കാണുന്ന ബോട്ട് നമ്മുടെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന ബോട്ടാണ്. ഈ കാണുന്ന ജട്ടിയിൽ നിന്ന് സർവീസ് ഉണ്ട്. എന്നിട്ട് അപ്പുറത്തെ ബീച്ച് ഭാഗത്തോട്ട് എന്തോ ഈ ബോട്ട് പോകും സംഭവം. എന്താ ഇങ്ങോട്ട് പിന്നെ മോളും കുറേ സംഭവങ്ങളുണ്ട്. അങ്ങോട്ട് വേറെ മോള്, ഈ കാണുന്ന ഒരു ചെറിയ മോള്, അവിടെ വേറെ വലിയ മോളുകളുണ്ട്, അപ്പാർട്ട്മെൻറ്റുകൾ, ഹോട്ടൽ സംവിധാനങ്ങൾ. കറക്റ്റ് അടുപ്പിക്കുക. വെൽക്കം. നിഹാവോ. ഓ മീൻസ്名字张春雨。OK。我是Mia Hian。I know. You know. ഇവര് ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും പാറ കയറി നടക്കുവാണ്. നമ്മളെ കണ്ടോണ്ട് ഇൻസ്പയർ ആയിട്ട് വന്നവരാണ്. സിസ്റ്റർ 我第一次在说相信见到他。他说他是第一次在这个城市见到我。Yes, me know. I don't know her. Who are you? Okay, see you. ഇവര് നമ്മുടെ കേരളത്തിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുവാണ്. Interesting, I think. കലാലാബാങ് മെയിലി കലാലാബാങ് ബ്യൂട്ടിഫുൾ. ഞാൻ കേരളത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ഇവിടെ.这有语言吗？ What? many animal in Yes. For example, can you? For example, like monkey. It's your brother. No, elephant. Many elephant. Many elephant. Elephant, tiger, monkey. Hello, ni hao. 这里有点危险 Welcome. 哦。爬过这个 ഓരോ ആൾക്കാരായിട്ട് കയറി വരുവാണ് കേട്ടോ നമ്മളെ കൂടെ കൂടാൻ വേണ്ടി. ഞാൻ അവിടെ നിന്നപ്പോൾ ഹായ് കാണിച്ചു, പിന്നെ അങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നു. നമ്മളിവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വാ, അടിപൊളി കേട്ടോ. അവിടുത്തെ ക്ലൗഡ് നോക്കിക്കേ, അടിപൊളി കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇവിടെ നമ്മുടെ മോളിലൊക്കെ ലൈറ്റ് വീണ് തുടങ്ങി. യു ലൈക്ക് കലാലാബാങ് നൗ? You like Kalalabang? Yeah. You will come?
Want to go? I want. I have money. You might have money. I want to go. വെൽക്കം അവർക്ക് എല്ലാവർക്കും കേരളം കണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും അവർ ഇന്ത്യ വരുമ്പോൾ കേരളം വരും, അത് ഉറപ്പാണ്. നമ്മൾ കുറച്ചുകൂടെ ടൂറിസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. WeChat. WeChat? No, I will start. But you have WhatsApp? No WhatsApp. I take your number. When I start WeChat, I message you. Now I don't have. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ടില്ലേ, മെക്ഡൊണാൾഡ്സ് സ്റ്റാർബക്സ് ഒക്കെ ധാരാളം ഉള്ള ഒരു ചെയിനാണ്. മെക്ഡൊണാൾഡ്സ് ആക്ച്വലി ചീപ്പാണ് കേട്ടോ. മറ്റു കടകളിലൊക്കെ പോകുന്നതിന് ആയിട്ട് ഈ ജോളി ബീൻസ് അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് ഇങ്ങനെ കടകളൊക്കെയാണ് ചീപ്പായിട്ട് ഭക്ഷണം ഇവിടെ കഴിയാൻ വേണ്ടി പറ്റുന്നത്. മാത്രമല്ല നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ചൈനീസ് ആളുകൾ ധാരാളം കൺസ്യൂം ചെയ്യുന്നുണ്ട് മെക്ഡൊണാൾഡ്സ് സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഉള്ള ഈ പാവങ്ങളൊക്കെ ഇവർ മെക്ഡൊണാൾഡ്സ് പോകുന്നതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ ഒന്ന് വന്നതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവരെയും വിളിച്ചോണ്ട് ഇവർക്ക് എല്ലാവർക്കും വഴി കാണിക്കുന്നത് ഞാനാണ് കേട്ടോ. കോതിയ കംഫാസ് ഞാനാണ് കേട്ടോ. ഹോങ്കോങ്ങിൽ വന്നിട്ട് ഹോങ്കോങ്ങുകാരെയും ചൈനക്കാരെ എല്ലാവരെയും വഴി കാണിച്ച് കൊണ്ടുപോകുന്നതെല്ലാം ഞാനാണ്. നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ. ഫൈനലി നമ്മുടെ സെൻറ്ററിലോട്ട് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വീണ്ടും ഇപ്പോഴെങ്കിലും ഫ്രണ്ട് സീറ്റ് കിട്ടുമോ നോക്കട്ടെ. ഫ്രണ്ട് സീറ്റെല്ലാം മുഴുവനായിട്ടോ, ആൾക്കാർ മുഴുവനായിട്ട് കയറിയിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്സ്. ഞാൻ ഇവരുടെ പേര് കറക്റ്റ് പഠിച്ചില്ല. മീൻസ് You? My name is Chen Yongbing. My English name is Eden. Eden. Yes. Eden. Chong and Gui. You? My name is Chen Ying. Chen Yi. And you? Hello, I'm Amy Kuti. നമ്മൾ നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ കാണുന്നത് നമ്മുടെ പാനസോണിക്കിന്റെ ബിൽഡിംഗ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് പാനസോണിക്കിന്റെ ബിൽഡിങ്. പിന്നെ അവിടെ വേറൊരു ബിൽഡിങ്. ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളുണ്ടെന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് നല്ല ഉയരത്തിനുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിനി ഇവിടുത്തെ വേറൊരു അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഒരു സ്ഥലം നിങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു തരാം. കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ പ്ലാസയുടെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ഫുള്ളൊരു കോടമയം പോലെ തോന്നില്ലേ? ഇത് അങ്ങോട്ടാണ് ഞാനിനി പോകാൻ വേണ്ടി പോകുന്നത്. അവിടെയാണ് അമ്പരച്ചുംബികളായിട്ടുള്ള മറ്റ് ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫുള്ള് ഇതൊരു റിവറിന്റെ ബാങ്കിലാണ് കേട്ടോ. നമ്മുടെ റിവറിന്റെ ബാങ്കിലാണ്. അങ്ങോട്ടൊക്കെ നോക്കിക്കേ, ഫുള്ള് ബിൽഡിങ്ങുകളാണ് ഇവിടെ. ഇവിടെ വഴിയിൽ പാട്ട് പാടാണ് ആളുകൾ. ഇവരെല്ലാരും ലൈവ് സ്ട്രീമിംഗ് ആണ് സംഭവം. അതാണ് കേട്ടോ പരിപാടി. ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റൊക്കെ വെച്ചിട്ട്. Let's go. Yeah, Habibi, let's go. Let's go. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹാർബർ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. അതുകൊണ്ട് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇടമായിരുന്നു. മനോഹരം അല്ലേ? എന്ത് മനോഹരം. അവിടെ ഒരു ചൊങ്ചിങ്ങിൻ്റെ മാതിരിയുണ്ട്. ചൊങ്ചിങ് എന്ന് പറയുമ്പം ചൈനയിലെ ഒരു സിറ്റിയാണ്. ഇവിടെ ചെറിയ ഫെറി കപ്പൽ യോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ആ കാണുന്ന ചെറിയ യോട്ടുകളൊക്കെയാണ്. അടിപൊളി കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ള് ബിൽഡിങ്ങാ ഈ ഒരു ഭാഗം മുഴുവൻ. ഈ കാണുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ 1997 ഹോങ്കോങ് ബ്രിട്ടനിൽ നിന്ന് എന്താ പറയുക സ്വതന്ത്രമായിട്ട് അത് ചൈനയുടെ ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ അന്ന് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ആ ഒരു മെമ്മറിക്കായിട്ട് മെയിൻലാൻഡിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഒരു സംഭവമാണ്. അവിടെ കുറേ ആളുകൾ വന്ന് ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വയ്യ കേട്ടോ, നല്ല ടയേർഡാണ്.
അവിടെയും കുറേ പാട്ടുകളും ഗാനങ്ങളൊക്കെ കേൾക്കാം. ഇവിടെ എല്ലാം തട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു, അവരെല്ലാം അടുക്കി പോവാം. ഞാൻ ഇനി തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്നത് നമ്മുടെ പുഴ കടന്ന് തന്നെയാണ്. അതുകൊണ്ട് ബോട്ട് എടുത്ത് പോകാനായിട്ട് തീരുമാനിച്ചു. 5 ഇത്, അതായത് നമ്മുടെ 6.5, അതായത് 10, 70, 75 രൂപ കൊടുത്തു പോവാണെങ്കിൽ നമുക്ക് ബോട്ടിൽ പുഴ അടക്കാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. കണ്ടോ, ഇങ്ങനെ നമുക്കിരിക്കാം. ഇവിടെ ഇതിങ്ങനെ തിരിച്ചു വയ്ക്കാം. വാവ്, വെരി ഗുഡ്. ഇവിടെ ഞാനെൻ്റെ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ഇരിക്കുന്ന ക്യൂ, ഓ മൈ ഗോഡ്, ഇവിടെ അത്രയ്ക്ക് ആളുകളാണ്. ഇതെന്ന് പറയുമ്പോൾ ചൊങ്ചിങ് മാൻഷൻ ഫുള്ള് നമ്മുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഫുള്ള് തിക്കും തിരക്കുമാണ് ഇവിടെ, സത്യം പറയാലോ. ഇവിടെ മുകളിലോട്ട് ബിൽഡിങ്ങിലോട്ട് കയറാൻ തന്നെ ഭയങ്കര പാടാണ്. നമ്മുടെ ഭാഗ്യം തിരക്കില്ല. 2